ചെന്നൈ സൂപ്പർ കിങ്സ് IPLലെ ആദ്യ ജയം ഇന്നലെ സ്വന്തമാക്കി. അതും നമ്മുടെ മലയാളികളുടെ ഏവരുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം സഞ്ജു സാംസന്റെ മിന്നും സെഞ്ചുറി. ആ സെഞ്ചുറിക്ക് വേറെ പ്രത്യേകത കൂടി. ഈ IPL സീസണിലെ ഏത് ടീമിലെടുത്താലും ആദ്യ സെഞ്ചുറി, അതും സഞ്ജുവിൻ്റെ IPL കരിയറിലെ 4ാമത്തെ സെഞ്ചുറി. 3 ഡിഫറെൻറ്റ് ടീമുകൾക്ക് വേണ്ടിയാണ് സഞ്ജു സെഞ്ചുറി നേടിയേക്കണേ. അതിൽ തന്നെ ചെന്നൈക്ക് വേണ്ടി നേടുന്ന ആദ്യ സെഞ്ചുറി. ഇങ്ങനെ എന്തെല്ലാം പറയാം, ഇങ്ങനെ ഒട്ടനേക റെക്കോർഡുകൾ ഇന്നലെ വാരിക്കൂട്ടിക്കൊണ്ടാണ് സഞ്ജു ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. സഞ്ജു സെഞ്ചുറി അടിച്ചതിനേക്കാൾ ഉപരി ചെന്നൈ ഫാൻസിനെ സംബന്ധിച്ച് ചെന്നൈ വിജയിച്ചിരിക്കുന്നു. അവരാദ്യ വിജയം നേടിയിരിക്കുന്നു. ഇതായിരുന്നു ചെന്നൈക്ക് വേണ്ടിയിരുന്നത്, ഒരു സ്റ്റാർട്ടിങ്. ഇതിനി ലഭിച്ചിരിക്കുന്നത് ചെന്നൈക്ക് ഈ ഒരു സ്റ്റാർട്ടിങ് മുതലെടുക്കാനായാൽ എന്തും ഈ സീസണിൽ സംഭവിക്കും. ഒരിക്കലും ഫോം ആവാതിരുന്ന അവരുടെ ചെണ്ട എന്ന് വിളിക്കപ്പെട്ടിരുന്ന ബൗളിംഗ് നിര വെച്ച് ആദ്യ 3 കളി അവർ തോറ്റിരുന്നു. പക്ഷേ ചെറിയ ചെറിയ ചേഞ്ചസ് ഇന്നലെ അത് വളരെ മാറ്റാണ് ടീമിൽ കൊണ്ടുവന്നത്. എന്ത് ബൗളിങ്ങിലൊക്കെ കൊണ്ടുവന്ന വ്യത്യാസങ്ങൾ. അഖിൽ ഹുസൈൻ്റെ ആദ്യ ഓവർ 2 നോ ബോൾ ഉണ്ടെങ്കിൽ പോലും വെറും 8 റണ്ണാണ് പുള്ളി വിട്ടുകൊടുത്തത്. അത് തികച്ചും ഒരു സ്പിന്നറെ സംബന്ധിച്ച് മനോഹരമായ സ്റ്റാർട്ട് തന്നെയാണ് അഖിൽ ഹുസൈനെ കിട്ടിയത്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ജെയ്മി ഓവർട്ടൺ. നമുക്ക് സഞ്ജു സാംസൻ്റെ ട്രേഡിൽ സാം കറിനെ നഷ്ടമായപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി നമുക്ക് ആര് വരും റീപ്ലേസ് ചെയ്യാൻ. നമുക്ക് ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ സാം കറിൻ്റെ ടീംമേറ്റായ ജെയ്മി ഓവർട്ടൺ തന്നെ റീപ്ലേസ് ആയി വന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പകരം ആളുണ്ട് എന്ന് ചെന്നൈ പ്രൂവ് ചെയ്തു. കഴിഞ്ഞ കൊല്ലം മതിയായി നമ്മൾ ഉപയോഗിക്കാതിരുന്ന ഓവർട്ടൺ ഈ വർഷം മികവുറ്റ ബൗളിംഗ് കൊണ്ടും ബാറ്റിംഗ് കൊണ്ടും ടീമിന് ഈ 4 കളികൾ കൊണ്ടും ഒട്ടനേക സംഭാവനകൾ നൽകി കഴിഞ്ഞു. സോ ജെയ്മി ഓവർട്ടൺ, ഹാറ്റ്സ് ഓഫ് യു. താങ്കൾ ഇന്നലെ കളിച്ച ഒരു ബൗളിംഗ് പ്രകടനമില്ലായിരുന്നെങ്കിൽ ചെന്നൈ വീണ്ടും പെട്ടുപോയാണ്. അതുപോലെ കമ്പോജ് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്, അതും നമ്മൾ ഒരിക്കലും പറയാതിരിക്കാൻ വയ്യ. പിന്നെ കലീൽ അഹമ്മദും ഇത്തിരി ഫീൽഡിങ്ങിലൊക്കെ മോശമായിരുന്നു. പക്ഷേ ഓവറോൾ ചെന്നൈയുടെ ഫീൽഡിംഗ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സർഫ്രാസ് ഖാൻ്റെ ഒരു അതിമനോഹരമായി ക്യാച്ച് ഉണ്ടായിരുന്നു. എന്താ പറയുക, ഡൽഹിയെ ഇന്നലെ നിലം തൊടാൻ സമ്മതിച്ചിട്ടില്ല. എല്ലാ സമയത്തും ചെന്നൈ തന്നെയായിരുന്നു മുന്നിൽ. അപ്പോൾ ഇനിയും ഈ വിജയങ്ങൾ ചെന്നൈ ആവർത്തിക്കട്ടെ.